ഹാസ്യ നടൻ എന്നൊരു കാറ്റഗറി ഇവിടെ വെച്ചു. ഈ ഹാസ്യ നടനായിട്ട് അന്ന് എല്ലാവരും കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന അടൂർ ബാസിക്കാണ്. കാരണം അപ്പോഴേക്കും അടൂർ ബാസി വന്നു, മറ്റെല്ലാവരെയും നിഷ്പ്രഭരാക്കി അടൂർ ബാസി വലിയ സ്റ്റാറായി മാറി. അപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ അടൂർ ബാസിക്ക് തന്നെ കിട്ടി. പക്ഷേ ആ സമ്മാനം സ്വീകരിക്കുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ കുറച്ച് അഹങ്കാരം കൂടുതലുണ്ടായിരുന്നു. ആ പ്രസംഗം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ അവാർഡ് അടുത്ത വർഷവും ഉണ്ടാകുമെങ്കിൽ ഇത് ഞാൻ തന്നെ വാങ്ങിയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് അടുത്ത തവണത്തെ ജൂറിയൊക്കെ വേറെയാണ്. പക്ഷേ അടുത്ത വർഷമായപ്പം ഇദ്ദേഹത്തിനല്ല കിട്ടിയത്, ബഹദൂറിനാണ് ആ അവാർഡ് കിട്ടിയത്. അടുത്ത വർഷം വീണ്ടും വരുന്നു. അപ്പോഴേ വീണ്ടും അടൂർ ബാസി, അവിടെ വെച്ച് അടൂർ ബാസി ഒരു പ്രസ്താവന നടത്തി. ഇത് ഞങ്ങൾക്ക് അപമാനകരമാണ്, ഈ ഹാസ്യ നടൻ എന്നുള്ള അവാർഡ്. ഞങ്ങൾക്ക് സഹനടനുള്ള അവാർഡിന് അർഹതയുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മികച്ച നടനുള്ള അവാർഡിന് അർഹതയുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മതി, ഈ ഹാസ്യ നടൻ എന്നുള്ള ഏർപ്പാട് വേണ്ട എന്ന് അടൂർ ബാസി തുറന്നു പറഞ്ഞു.